അദ്ദേഹം ഞങ്ങളുടെ നേതാവല്ലേ, അദ്ദേഹം ചെയ്യുന്നത് ശരിയല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അദ്ദേഹത്തോട് ചെയ്യുന്ന നീതികേടുകൾ ഞങ്ങൾക്ക് കണ്ടില്ല എന്ന് നടിക്കാനും കഴിയില്ല. കാരണം അത്രയും പ്രത്യേകിച്ച് മണ്ണാർക്കാട്, ഞങ്ങൾ ജനിച്ചു വളർന്ന നാടായതുകൊണ്ട് മണ്ണാർക്കാട് എങ്ങനെയാണ് പി.കെ. ശശിയുടെ സ്വാധീനം എന്നും ഈ പാർട്ടി എങ്ങനെയാണ് ഇവിടെ വളർന്നു വന്നതെന്നും ആ പാർട്ടിയിൽ വളർന്നു വരുന്ന കാലം തൊട്ട് ഈ പാർട്ടിയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ച് ഇന്നും പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന ഒരു നേതാവിനെ ഒരു സുപ്രഭാതത്തിൽ എന്തെല്ലാം ആരോപണങ്ങൾ എന്ന് പറഞ്ഞ ആരോപണങ്ങൾ മാത്രം തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കൂലേ? അദ്ദേഹം പുറത്തല്ലല്ലോ, അതാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം പുറത്തായിട്ടുണ്ടോ? എനിക്ക് അതാണ് നേതൃത്വത്തിനോട് ചോദിക്കാനും കൂടി ഉള്ളത്. അദ്ദേഹം പുറത്താണോ? പുറത്താണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആ രീതിയിൽ പ്രതികരിച്ചാൽ മതി. ഇപ്പം അദ്ദേഹം പുറത്തല്ല, അപ്പോഴും അദ്ദേഹം അകത്താണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ അത്ര നിസാരവൽക്കരിച്ച് കാണണ്ട. ഇവിടെ ലീഗിൻ്റെ ഒരു അപ്രമാദിത്യം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ കൊണ്ടും കൊടുത്തും തന്നെയാണ് മണ്ണാർക്കാട് CPM പാർട്ടിക്ക് ഒരു അഡ്രസ്സ് ഇവിടെ ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സഖാക്കന്മാരാണ്. അതൊന്നും മറന്നുകൊണ്ട് പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടേത് എങ്ങനെയാണ് ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഞങ്ങളെപ്പോലെ പഴമക്കാർക്കൊന്നും അദ്ദേഹം ഇവിടെ എടുത്ത ത്യാഗങ്ങളൊന്നും ആർക്കും അങ്ങനെ വിസ്മരിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ ഒറ്റയടിക്കൊന്നും അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ മുന്നോട്ട് പോകാനൊന്നും പാർട്ടി സഖാക്കൾക്കാർക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.